ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ബലേനയാണ്. ബലേനോ മാനുവൽ ട്രാൻസ്മിഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ആൽഫ. ഇതൊരു പ്രത്യേക കളറാണ്. വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുന്ന വണ്ടിയാണ് ഇപ്പോഴത്തെ ബലേനോ. പുതിയ ഡിസൈനാണ്, ഫുള്ളി റീഡിസൈൻ ചെയ്താണ് ബലേനോ ഇറക്കിയിരിക്കുന്നത്. ബലേനോ ഇറങ്ങിയ കാലം തൊട്ടേ വണ്ടി അടിപൊളിയാണ് മാർക്കറ്റിൽ. ഇതിന് ഫുൾ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വരുന്നത്, പിന്നെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, ഗ്രില്ല്, പിന്നെ മാരുതി സുസുക്കിയുടെ എംബ്ലം, പിന്നെ ഒരു റെയർ കളറാണിത്. വണ്ടി പെട്രോൾ വണ്ടിയാണ്, ഓൾറെഡി സ്റ്റാർട്ടാണ്, പക്ഷേ സൈലൻറ്റ് എൻജിനാണ്, സ്മൂത്ത് ആൻഡ് സൈലൻറ്റ് എൻജിൻ. അടിപൊളി വണ്ടിയാണ്. ചെറിയ എൻജിനാണെങ്കിലും നല്ല പവർഫുള്ളുമാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ പറയാൻ വേണ്ട, ഇപ്പം മാരുതി 5 സ്റ്റാർ റേറ്റിംഗും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലോട്ട് പോവാം. ഇതാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ. അലോയ്സ് വരുന്നത് വേരിയൻ്റാണിത്. പിന്നെ റിക്വസ്റ്റ് സ്വിച്ച്, രണ്ട് സൈഡും റിക്വസ്റ്റ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ 360 ക്യാമറ. വണ്ടി സൈഡ് പ്രൊഫൈൽ ഇതാണ് വരുന്നത്. നല്ലൊരു ഷേപ്പിലാണ് വരുന്ന വണ്ടി. പിന്നെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറക്കാം. ഇതാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് ഇതാണ്. പിന്നെ ടയർ വരുന്നത് നല്ല അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസാണ്. സ്റ്റെപ്പിനി ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം ഇതിനടിയിൽ വരും. ഇത് പാർസൽ ട്രേ, വലിയൊരു പാർസൽ ട്രേ വരുന്നത്. പിന്നെ ഇവിടെ സർവീസ് സ്വിച്ചിലാണ് ഇത് ഓപ്പണിങ്. ഇത് നമുക്ക് ലോക്ക് അൺലോക്ക് സ്വിച്ച്, പിന്നെ ഓപ്പണിൻ്റെ സ്വിച്ച്. അടിപൊളി ഡിസൈൻ. അപ്പം നമുക്ക് വണ്ടിയുടെ ബാക്ക് സീറ്റിലോട്ട് കയറാം. ബാക്ക് സീറ്റ് ഇത് ഇത്രയും സ്പേഷ്യസ് ആണ്, കണ്ടോ? ഇത്രയും, അതായത് ഒരു ഫുൾ ഫിംഗർ ഇത് ഇത്രയും ഗ്യാപ്പുണ്ട്. AC വെൻ്റ് വരുന്നുണ്ട്, 2 ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, പിന്നെ പവർ വിൻഡോ. ഫുൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ, 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ POVയിലോട്ട് പോവാം. ഇൻറ്റീരിയർ POV വിത്ത് ഡ്രൈവ്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്. എൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, 360 ക്യാമറ ഇതെല്ലാം സപ്പോർട്ടിംഗ് ആണ്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങൾ, ക്രൂസ് കൺട്രോൾ, വോളിയം അപ്പ് ഡൗൺ, ബ്ലൂടൂത്ത് ഫെസിലിറ്റി. നല്ലൊരു ഡിസൈനാണ് വണ്ടി, ഇൻറ്റീരിയർ ആയാലും എല്ലാം. പിന്നെ ഇവിടെ ഒത്തിരി സ്വിച്ചസും കാര്യവും വരുന്നുണ്ട്. ഇത് അപ്പ് ഡൗൺ, പിന്നെ സ്ക്രീനിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്, പിന്നെ HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേ. ഇവിടെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ പൊങ്ങി വരും. ഇതിനകത്ത് ഇൻഫർമേഷൻ ഫുള്ള് കാണിക്കുക. അത് ഡ്രൈവറിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇത് അതിൻ്റെ ആംഗിൾ വ്യൂ. പിന്നെ ഇത് ഓഫ് ഓൺ, അത് വരുന്നത് റീജനറേഷൻ ഹൈബ്രിഡിൻ്റെ ഒരു മൈൽഡ് ഹൈബ്രിഡാണ്. വണ്ടി സ്റ്റാർട്ടായി. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ഫുൾ ഓപ്ഷനാണ്, കീലെസ് എൻട്രി ആണ്. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അപ്പോഴേ HUD ഓപ്പണായി വരും. പിന്നെ വണ്ടിയുടെ ഒരു 360 ആംഗിൾ ഇതിൽ കാണിക്കുന്നതാണ്. ഇതിൽ തന്നെ ഇതിൽ ക്ലോക്ക് വരുന്നുണ്ട്. മോഷൻ, ടോർക്കും പവറും കാണിക്കുന്നുണ്ട്. ആക്സിലറേഷൻ, പിന്നെ ഫ്യൂൽ എക്കണോമി. ഇത് ട്രിപ്പ് Aയും Bയും വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റ് ആണ്. പിന്നെ ഇതിൽ ഓട്ടോ ഡിമ്മും ബ്രൈറ്റും വരുന്ന മിററാണ്, റിയർ വ്യൂ മിററാണ് വരുന്നത്. ഗ്ലാസ് വരുന്നുണ്ട്, രണ്ടിലും ഗ്ലാസ് വരുന്നുണ്ട്. സൺറൂഫ് ബലേനയിൽ വരുന്നില്ല. USB പോർട്ട്, പിന്നെ സിഗരറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ആണ് ഓൾറെഡി. സീറ്റ് ബെൽറ്റ് ഇടാം. ഫസ്റ്റ് ഗിയർ, ഇൻഡിക്കേറ്റർ,
HUD നമുക്കിപ്പോൾ സ്പീഡ് കാണിക്കുന്നുണ്ട്, ഇതിനകത്ത് എത്ര ആവറേജ് കാണിക്കുന്നുണ്ട്, പിന്നെ ടൈം കാണിക്കുന്നുണ്ട്. പൊസിഷൻ നമുക്ക് ഇത് പൊസിഷൻ അഡ്ജസ്റ്റിൻ്റെ സ്വിച്ചാണ് ഇവിടെ വരുന്നത്. എത്ര പൊക്കണോ താക്കണോ എന്നുള്ളതിൽ പൊസിഷൻ 3, 2 എന്ന് പറഞ്ഞിട്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് അതിൽ കാണിക്കും. സീറ്റ് ബെൽറ്റ് ഇടുന്നത് നമുക്ക് HUD കാണിക്കും, പിന്നെ ഈ ചെറിയ സ്ക്രീനിലും കാണിക്കുന്നതായിരിക്കും. വണ്ടി അടിപൊളി സ്മൂത്താണ്. ഇപ്പോഴും 5 സ്റ്റാർ റേറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. എന്തുകൊണ്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വണ്ടി, ഫാമിലി കാറുമാണ്. 5 സീറ്റർ നോക്കുന്നവർക്ക് ബലേനോ നല്ലൊരു ചോയ്സാണ്. ബലേനോ സസ്പെൻഷനൊക്കെ നല്ല സ്മൂത്ത് സസ്പെൻഷൻ. ഈ എൻഫർടൈൻമെന്റിൽ നമുക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? 9 ഇഞ്ചാണ്. സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്നുള്ള സിസ്റ്റമാണ് വരുന്നത്. നമുക്കിതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് സുസുക്കി കണക്ട് വരുന്നുണ്ട്. വണ്ടിയുടെ നമ്മുടെ എല്ലാ ടെലിമാറ്റിക്സും നമുക്ക് ഫോൺ വഴി തന്നെ കൺട്രോൾ ചെയ്യാം. സുസുക്കി കണക്റ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? സുസുക്കി കണക്റ്റിൽ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആണോ ഓഫ് ആക്കാം, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ വണ്ടി അൺലോക്ക് ആണെങ്കിൽ അൺലോക്ക് ചെയ്യാം, പിന്നെ വണ്ടിയുടെ ഓഡോമീറ്റേഴ്സ്, വണ്ടി എവിടെയാണെന്നുള്ള ജിയോ ഫെൻസ് വരുന്നുണ്ട്, വണ്ടി ട്രാക്ക് ചെയ്യാം. അപ്പോൾ എവിടെയാണ് കറക്റ്റ് വണ്ടി ഉള്ളതെന്നുള്ളത് ഓണറിനെ നമുക്ക് നോക്കാൻ പറ്റും. നമുക്കല്ലാതെ ഒരു 3 പേർക്ക് ആഡ് ചെയ്യാനും പറ്റും. 3 യൂസറിനെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ? നമ്മുടെ വണ്ടി ഇറക്കുമ്പോൾ 2 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. അത് കഴിയുമ്പോൾ വരും, ചെറിയൊരു ചാർജ് വരുന്നുണ്ട്. നമ്മൾ സിം 1 വർഷത്തേക്ക് റീചാർജ് അത്രേ ഉള്ളൂ. 2000 1500 അറേഞ്ച് വരും. അതിൽ GPS കാര്യങ്ങളെല്ലാം വരുന്നു. അത് നല്ലൊരു ഫീച്ചർ, അത് പുതിയൊരു ഫീച്ചറാണ് അല്ലേ ഇപ്പം മാരുതിയുടെ. വൈറ്റ് ലൈറ്റ് ആണ്. നമുക്ക് 6 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. 4 ഡോർ സ്പീക്കറും 2 ട്വീറ്റേഴ്സും. അത് ആർക്കിമിസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സറൗണ്ട് സെൻസി വരുന്ന സിസ്റ്റമാണ് വരുന്നത്. നമ്മുടെ സറൗണ്ട്സ് വരുന്ന സോങ്സ് പക്കയായിട്ട് തന്നെ സറൗണ്ട് നമുക്ക് കറക്റ്റ് ഫീൽ ആയിട്ട് അറിയാൻ പറ്റും. ഇത് 6 എയർ ബാഗോ? അതെ, 6 എയർ ബാഗ് ആണ്. ഇപ്പോൾ മാരുതിയുടെ എല്ലാ വെഹിക്കിൾസും സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ് ആണ്. 6 എയർ ബാഗ്, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, ESP, മിറ്റിഗേഷൻ റോൾ ഓവർ, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. 4 ചാനലാണ് ABS. ഈ പുള്ളിക്കാരൻ മാരുതിയുടെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. വണ്ടിയുടെ എൻക്വയറിയോ ടെസ്റ്റ് ഡ്രൈവോ അല്ലാണ്ട് പർച്ചേസ് കാര്യങ്ങൾ, ലോൺ ഫെസിലിറ്റി, ഇതെന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. പുള്ളി അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൺവീനിയൻസ് അനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും. സജിൻ എന്നാണ് പേര്, എക്സിക്യൂട്ടീവാണ്. സുസുക്കി നെക്സൈഡ് RM ആണ്. അപ്പം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കോൺടാക്ട് ചെയ്യേണ്ട ആൾക്കാർ കോൺടാക്ട് ചെയ്തോളൂ.
ഇപ്പോൾ വണ്ടി ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തു, 65 സ്പീഡിൽ ക്രൂസ് ചെയ്തു, ആക്സലറേറ്ററിൽ നിന്ന് കാലെടുത്തു. അപ്പോൾ വണ്ടി 65 തന്നെ ലോക്കായിട്ട് അങ്ങനെയും പൊയ്ക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് ഇതിൽ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 66, 67 ഈ സ്വിച്ച് മേളിലോട്ടാക്കി കഴിയുമ്പോൾ എത്രയാണോ സ്പീഡ് നമുക്ക് ആവശ്യം ആ സ്പീഡ് അതിൽ കാണിക്കും, അതിൽ ലോക്കാവും. അതേ കണക്ക് സ്പീഡ് റെഡ്യൂസ് ചെയ്യാനും പറ്റും. നമുക്കൊരു 65 തന്നെ പിടിക്കാം. പിന്നെ 65 ആക്സിലറേറ്റർ വേണ്ട, ക്ലച്ചും വേണ്ട. 5 സ്പീഡ് 5ാമത്തെ ഗിയർ ഇട്ടു, എന്നിട്ട് ഹൈവേയിൽ ഇങ്ങനെ ഇരുന്ന് ക്രൂസ് ചെയ്ത് പോകാം. എത്ര ലോങ് വേണമെങ്കിലും നമുക്ക് ക്രൂസ് ചെയ്ത് അങ്ങനെ പൊക്കോണ്ടിരിക്കാൻ പറ്റും. സ്റ്റിയറിംഗ് മാത്രം ബാലൻസ് ചെയ്താൽ മതി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.